വിവാദ ചിത്രം കേരള സ്റ്റോറി 2വിന്റെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള സുപ്രധാന തീരുമാനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായതും ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഒന്നായി. വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. ഗുഡ് ഈവനിംഗ് 24ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക് വിശദമായി കിടക്കുന്നു. വിവാദ സിനിമ കേരള സ്റ്റോറി 2വിന്റെ റിലീസ് തടഞ്ഞിരിക്കുന്നു ഹൈക്കോടതി. 15 ദിവസത്തേക്കാണ് ഈ റിലീസിന് സ്റ്റേ ഉള്ളത്. സിനിമ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്ന നിർണായക നിരീക്ഷണത്തോടെയാണ് കോടതിയുടെ ഈ നടപടി. സെൻസർ നടപടി പുനഃപരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. റിട്ട് പെറ്റീഷനിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഈ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത്. അത് പരിഗണിക്കണമെന്നും അത് പരിഗണിക്കുന്നവർക്ക് സ്റ്റേ ആ പരിഗണിക്കുന്നത് 15 ഡേയ്സിനേക്കാളും അപ്പുറം പോകാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ദ കോർട്ട് വാണ്ടഡ് ടു വാച്ച് ദ മൂവി, കാണണമെന്നുണ്ട് ഒരു ഇത് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് കാണാൻ താല്പര്യം കാണിക്കാത്തത് അത് ജഡ്ജ്മെന്റിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടീസറും ട്രെയിലറും ആണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മറ്റീരിയൽ കോടതിക്ക്. ആ ഒരു മറ്റീരിയൽസിന്റെ ബേസിസിലാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ ഇതിലെ കമ്മ്യൂണൽ ഹാർമണിക്കും ഒരു സോഷ്യൽ ഫാബ്രിക്കിനും ഒരു എതിരായിട്ട് വരാനുള്ള കണ്ടന്റ് മൂവിയിൽ ഉള്ള പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് റീകൺസിഡർ ചെയ്യണം. സിനിമാറ്റോഗ്രാഫ് ആക്ടിലെ 5B സെക്ഷൻ വെച്ചിട്ടാണ് ഒരു മൂവിയുടെ സർട്ടിഫിക്കേഷൻ നടത്തേണ്ടത്. അങ്ങനെ നടത്തിയതായിട്ട് കാണുന്നില്ല എന്ന് കോടതി പറഞ്ഞിട്ട് ഒന്നുകൂടി പുനർപരിശീലന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, എന്തായാലും കേരള സ്റ്റോറി 2വിന്റെ റിലീസ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണെന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണ് എന്ന കോടതി നിരീക്ഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു റിവ്യൂ വിടുകയാണ് എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് കോടതി ആ രീതിയിൽ പറയുന്നത് ശരിയല്ല എന്ന വാദവുമൊക്കെ മറുഭാഗം ഉയർത്തുന്നത് നമ്മൾ കേട്ടു. സെൻസർ ബോർഡിനുള്ള ചുമതലയാണത്, അത് സെൻസർ ബോർഡാണ് നൽകേണ്ടത്, അത് അവരാണ് തീരുമാനിക്കേണ്ടതൊക്കെയുള്ള വാദങ്ങൾ നമ്മൾ നേരത്തെ കേട്ടതാണ്. ഇപ്പോൾ എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെന്ന് കോടതിയിൽ നിന്നുണ്ടായി? പ്രജിൻ, 2 ഹർജികളാണ് കേരള സ്റ്റോറിയുടെ റിലീസിനെതിരെ ഇന്ന് ഹൈക്കോടതിയിൽ വന്നത്. ഒന്നൊരു ഫ്രെഡി എന്ന് പറഞ്ഞാൽ, മറ്റൊന്ന് ശ്രീദേവ് നമ്പൂതിരി. ഇവർ രണ്ടുപേരും നൽകിയ ഹർജികളാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത്. അതിന്മേൽ കഴിഞ്ഞ ദിവസമൊക്കെ വിശദമായ വാദം കേട്ടിരുന്നു. അതിൽ ഹർജിക്കാർ പറഞ്ഞത് ഈ സിനിമ അത് രാഷ്ട്രീയ വിരോധം അല്ലെങ്കിൽ കേരളത്തോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പഗേറ്റഡ് സിനിമയാണ്. ഈ സിനിമ റിലീസ് ചെയ്യുന്നതോടുകൂടി കേരളത്തിന്റെ മതസൗഹാർദ്ദവും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ അന്തരീക്ഷങ്ങളും ഒക്കെ തകർത്തെറിയപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞങ്ങളുടെ ഇന്റഗ്രിറ്റി അടക്കം ചോദ്യം ചെയ്യാൻ പോകുന്ന രീതിയിൽ, മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ഇന്റഗ്രിറ്റി അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ സിനിമ പ്രദർശിപ്പിച്ചാൽ അത്തരം ചോദ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്. ഒപ്പം സെൻസർ നൽകിയ നടപടിക്കെതിരെയും ഹർജിക്കാർ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. കൃത്യമായി സെൻസർ ബോർഡ് കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല, സെൻസർ ബോർഡിലെ പല ആക്ടുകളും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് സെൻസർ നൽകിയത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഹർജിക്കാർ പറഞ്ഞത്. നിർമ്മാതാക്കളാക്കട്ടെ ഈ സിനിമ കൃത്യമായ എന്റർടൈൻമെന്റിന് വേണ്ടി എടുത്തൊരു സിനിമയാണ്, അതിനപ്പുറത്തേക്ക് മറ്റ് രാഷ്ട്രീയ അജണ്ടകളൊന്നുമില്ല. ആദ്യത്തെ സീക്വൻസ് കേരളത്തിൽ തന്നെ റിലീസ് ചെയ്തതാണ്, അതിന്റെ തുടർച്ചയാണ് രണ്ടാമത്തെ സീക്വൻസ്. മറ്റ് വാദങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് സെൻസർ ലഭിച്ചിട്ടുണ്ട്. ഒരു സിനിമയെ സംബന്ധിച്ച് അതിന്റെ അപ്പെക്സ് ബോഡി അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സെൻസർ ബോർഡാണ്. ആ സെൻസർ ബോർഡ് സിനിമ കണ്ട് വിലയിരുത്തിയ ശേഷമാണ് 16 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് സിനിമ കാണാം എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നൽകിയത്. ആ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. ഹൈക്കോടതി സിനിമ കാണണം എന്ന് പറയുന്നത് അത് അധികാരം ഉപയോഗിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഹൈക്കോടതി ഈ 2 ഭാഗവും വിശദമായി കേട്ടിരുന്നു. അതിനുശേഷമാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ സിനിമയുടെ റിലീസ് 15 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായ നിരീക്ഷണം ഒന്ന്, ഈ സിനിമ മതസൗഹാർദ്ദത്തിന് ഭീഷണി ഉണ്ടാക്കും, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം അസ്വസ്ഥപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ ഹൈക്കോടതിക്ക് തോന്നിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.